ഇന്ത്യൻ സാമ്പത്തിക വികസനത്തിൽ വിഴിഞ്ഞം വലിയ കുതിപ്പാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2024 ഡിസംബർ 3-നാണ് വിഴിഞ്ഞത്ത് വാണിജ്യ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. 9 മാസത്തിനുള്ളിൽ 1 ദശലക്ഷം TEU കൈകാര്യം ചെയ്തുകൊണ്ടാണ് ലോക മാരിടൈം മേഖലയെ തന്നെ വിഴിഞ്ഞം വിസ്മയിപ്പിച്ചത്. 1 വർഷം കൊണ്ട് പൂർത്തിയാകുമെന്ന് പ്രതീക്ഷിച്ച നേട്ടമാണ് 9 മാസം കൊണ്ട് നേടാനായത്. പ്രതിമാസം ശരാശരി 1 ലക്ഷം കണ്ടെയ്നറാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കൈകാര്യം ചെയ്യുന്നത്. കപ്പൽ മാതൃകയുള്ള കേക്ക് കട്ട് ചെയ്താണ് തുറമുഖ മന്ത്രി VN വാസവൻ ഈ സന്തോഷം പങ്കുവച്ചത്. ഇത്രയും സ്പീഡിൽ ഈ കാര്യങ്ങൾ ഇത്രയും ബിസിനസ് എത്തുമെന്ന് നമ്മൾ യഥാർത്ഥത്തിൽ പ്രതീക്ഷിച്ചിരുന്നു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് 1 വർഷം കൊണ്ട് ഈ 10 ലക്ഷം കണ്ടെയ്നറിലേക്ക് എത്തുമെന്നുള്ളത്. ഇപ്പം നമുക്ക് 8 മാസം കൊണ്ട് 10 ലക്ഷത്തിൽ പരം കണ്ടെയ്നറിലെത്തി. 1. 2, 460 ഷിപ്പുകൾ വന്നു പോയിരിക്കുന്നു. അതിൽ ഈ MSCയുടെ സവിശേഷതയുള്ള 27 ഷിപ്പുകളുടെ കാര്യം ഞാൻ എടുത്തു പറഞ്ഞു. അത് മറ്റെവിടെയും വരാത്ത ഷിപ്പുകളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വലിയ രൂപത്തിലുള്ള മുന്നേറ്റം ഇതിനകത്ത് ഉണ്ടാവുകയും ഒരുപക്ഷെ യൂറോപ്യൻ നാടുകൾ, ആഫ്രിക്ക, ചൈന, US ബന്ധങ്ങൾ നമുക്ക് സ്ഥാപിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് മുന്നോട്ട് വന്നിരിക്കുന്നു. അതുകൊണ്ട് ഈ കാര്യത്തിൽ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ മുന്നിൽ കാര്യങ്ങൾ വന്നിരിക്കുന്നു എന്നതാണ് ഈ സന്തോഷ വാർത്തയുടെ അടിസ്ഥാനം. 399.99 മീറ്റർ വരെ നീളമുള്ള 27 അൾട്രാ ലാർജ് കണ്ടെയ്നർ വെസലുകൾ ഉൾപ്പെടെ 460-ലധികം കപ്പലുകളാണ് വിഴിഞ്ഞം തുറമുഖത്തെത്തിയത്. ലോകത്തെ ഏറ്റവും വലിയ ചരക്ക് കപ്പലായ MSC അറീനിയടക്കം ദക്ഷിണേന്ത്യയിൽ തന്നെ ആദ്യമായി ബർത്ത് ചെയ്ത കപ്പലുകളും ഈ കൂട്ടത്തിലുണ്ട്. കൊളംബോ, സിംഗപ്പൂർ, ദുബായ് ഉൾപ്പെടെയുള്ള ലോകോത്തര തുറമുഖങ്ങളുമായി മത്സരിച്ചാണ് വിഴിഞ്ഞം ഈ നേട്ടം സ്വന്തമാക്കിയത്. ഒറ്റക്കപ്പലിൽ 10,000-ലധികം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്തതിൻ്റെ റെക്കോർഡും വിഴിഞ്ഞത്തിനുണ്ട്. വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട അനുബന്ധ വികസനത്തിനായുള്ള നടപടികൾ യുദ്ധവേഗത്തിൽ പൂർത്തീകരിച്ചു വരികയാണെന്നും മന്ത്രി VN വാസവൻ വ്യക്തമാക്കി. പൂർണ്ണതയിലെത്തണമെങ്കിൽ നമ്മുടെ റെയിൽവേ കണക്ടിവിറ്റിയും നാഷണൽ ഹൈവേ ആയിട്ടുള്ള കണക്ടിവിറ്റിയും അതിൻ്റെ പൂർണ്ണതയിലെത്തണം. ഇത് രണ്ടിൻ്റെയും ഭൂമി ഏറ്റെടുക്കൽ ആരംഭിച്ചു കഴിഞ്ഞു. അതിനുവേണ്ടിയുള്ള ഫണ്ട് നമ്മൾ മാറ്റിവെച്ച് കഴിഞ്ഞു. അതിൻ്റെ പരിസ്ഥിതി ആഘാത പഠനവും സാമൂഹിക ആഘാത പഠനവും സെൻറ്ററിൻ്റെ അംഗീകാരം നമുക്ക് ലഭിച്ചിരുന്നു. ആ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടു. ഇപ്പോൾ കുറേ ആളുകളുടെ പണം കൊടുത്തു കഴിഞ്ഞു. ബാക്കിയുള്ളത് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്, തർക്കമുള്ളത് ഉൾപ്പെടെ. അപ്പോൾ ആ വിഷയങ്ങൾ ഓരോന്നോരോന്നാണ് സെറ്റിൽ ചെയ്ത് വരുന്നത്. ദക്ഷിണേഷ്യയിലെ ആദ്യ ഓട്ടോമേറ്റഡ് തുറമുഖമാണ് വിഴിഞ്ഞം. 24 ഓട്ടോമേറ്റഡ് യാർഡ് ക്രെയിനുകളും 8 സെമി ഓട്ടോമേറ്റഡ് ഷിപ്പ് ടു ഷോർ ക്രെയിനുകളുമാണ് വിഴിഞ്ഞത്തെ ഏറ്റവും വലിയ കരുത്ത്. യൂറോപ്പ്, US, ആഫ്രിക്ക, ചൈന അടക്കമുള്ള ലോകത്തെ പ്രധാന സമുദ്ര വാണിജ്യ മേഖലകളിലേക്ക് നേരിട്ടുള്ള സർവീസുകൾ തുടങ്ങാൻ കഴിഞ്ഞതാണ് വിഴിഞ്ഞത്തിൻ്റെ കുതിപ്പിന് വേഗം കൂട്ടിയത്. ക്രൂസ് എഞ്ചിനടക്കം അനുമതി ലഭിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കി മുന്നോട്ടു പോകുകയാണ് സർക്കാരും വിസിലും. സി-മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി-മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.